ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്ക് ഒരു അടിപൊളി ബീഫ് മന്തി ഉണ്ടാക്കി നോക്കാം. ഇത് ചെറിയൊരു ഗ്രേവിയോട് കൂടിയ മസാലയാണ് ഞാൻ ഇന്ന് ആക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയതാണ് ഈ ബീഫ് മന്തി. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് ഒരു വലിയ പീസായിട്ട് തന്നെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മന്തിക്ക് എപ്പോഴും വലുതായിട്ട് തന്നെയാണ് ബീഫ് കട്ട് ചെയ്ത് വെക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചിക്കൻ കൊണ്ടും മട്ടൻ കൊണ്ടൊക്കെ നമുക്ക് ആക്കാം. അപ്പോൾ ഇവിടെ ബീഫ് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയിലിട്ട് ഒരു 1.5 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 4 ഏലക്കായും പിന്നെ കഷ്ണം പട്ടയും കുറച്ച് കറാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിക്കാത്ത കുരുമുളക് ചേർക്കാം. ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം മുറിച്ചിട്ടിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ കുറച്ച് പുതിന ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 2 ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ബീഫിന്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചിക്കന്റെ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ചെറിയ ഉള്ളി ഇവിടെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് കുറച്ച് മാത്രമേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇതിൽ ആദ്യം തന്നെ ചിക്കന്റെ സ്റ്റോക്ക് ചേർത്തിന് അതിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി. പിന്നെ കുറച്ച് ലെമണിന്റെ നീര് ചേർത്ത് കൊടുക്കുക. ലെമൺ ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. ഇനി ലാസ്റ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ ബീഫിൽ മസാലയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ വേറെ മന്തി മസാലകളൊന്നും ചേർക്കുന്നതന്നെയില്ല. ഇനി ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. എന്നാൽ ബീഫിൽ മസാലയിലും പിടിച്ച് ബീഫ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗറൊക്കെ ചേർത്തത്. ഇനി ഈ ബീഫെല്ലാം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മളെ അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനുണ്ട്. ഞാനിവിടെ ബസ്മതി സെല്ല റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മന്തിയൊക്കെ വെക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് അരിയാണ് സെല്ല റൈസ്. ഇതൊരു നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ വരെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. നമുക്ക് ഇതും ഒന്ന് അതുപോലെ മാറ്റി വെക്കാം. അങ്ങനെ 1 മണിക്കൂർ ശേഷം നമുക്ക് നമ്മളെ ബീഫ് ഒന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ ബീഫിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഒരു 1/2 കപ്പോളം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അടിക്കൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റി വെക്കാം. ഒരു 2 വിസിലടിക്കുന്നത് വരെ ഫ്ലെയിം ഫുള്ളായിട്ട് കൂട്ടി തന്നെ വെക്കണം. ഒരു 2 വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് ഒരു 6-7 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 6-7 വിസിലായി കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ബീഫ് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് ആവുമ്പോഴേക്ക് നമുക്ക് നമ്മളെ ചോറ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1/4 ഭാഗോളം കുറച്ചധികം തന്നെ വെള്ളം എടുത്തു വെക്കാം. അതൊന്ന് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്താൽ അരിയിലൊന്ന് വിട്ട് വരും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്ക, കുറച്ച് പട്ട, ഒരു 2-3 കറാമ്പ് അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ അത് ചേർക്കുന്നില്ല. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഒന്ന് ചേർത്ത് കൊടുക്കാം. അരി ഇട്ടപാട് തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗത്ത് കട്ട പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തിളച്ച് അരി ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് അടച്ചു മാറ്റി വെക്കാം. ഇപ്പൊ നമ്മളെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതാ ബീഫ് കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയിൽ ഒന്ന് കുറച്ച് വറ്റി വരണം. കുറച്ച് ഗ്രേവി മാത്രമേ ഉണ്ടാവണ്ടൂ. നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വെള്ളം ഒന്ന് വെറ്റിച്ചെടുക്കാം. ഇതാ ഇവിടെ 10 മിനിറ്റിന് ശേഷം നമ്മളെ ചോറിട റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതൊന്ന് ദമ്മ് ചെയ്ത് വെക്കുമ്പോൾ ഒരു 3/4 മണിക്കൂറോളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരണ്ട. ഇപ്പോൾ
ഇനി ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മളെ മന്തിക്ക് ചോറ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇനിയും ആ വെള്ളത്തിൽ തന്നെ വെച്ചാൽ നന്നായിട്ട് വെന്ത് പോവും. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുക്കുക. നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഗ്രേവിയെല്ലാം അത്യാവശ്യം വെറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി കുറച്ച് ഗ്രേവിയേ ഉള്ളൂ, അത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഒന്ന് ദം ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചോറ് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മളെ ബീഫിന്റെ ഗ്രേവി ഇല്ലാതെ ബീഫ് മാത്രം കോരിയിട്ട് 3 സൈഡിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ചോറ് അങ്ങോട്ട് മാറ്റി വെക്കാനുണ്ട്. ഇനി ഇതിന്റെ മേലേക്ക് കുറച്ച് ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ചോറ് മാറ്റി വെച്ചതിൽ കുറച്ച് മാത്രം ഇതിന്റെ മേലേക്ക് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കാണാനൊരു രസത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേറെ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ചോറ് മുഴുവനായിട്ട് ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ കളർ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളക് കുത്തിവെക്കാം. പച്ചമുളക് അധികമായാലൊന്നും കുഴപ്പമില്ല, കാരണം ഇതിനൊരു ഫ്ലേവറേ വരൂ, അങ്ങനെ എരിവൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് അത്യാവശ്യം മുളകിൽ നമുക്ക് ഇതിലേക്ക് കുത്തിവെക്കാം. ഇനി ഇത് ഇവിടെ ഞാൻ കുറച്ച് ചോറിട മാറ്റി വെച്ചിട്ടുണ്ടായിന്. ഇതിലേക്ക് ഞാനൊരു ഓറഞ്ച് പോലത്തെ കളറ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, ഫുഡ് കളറ്. അത് ഒരു പൗഡറാണ്. അത് വെള്ളത്തിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ചോറ് മെല്ലെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കളർ ചേർക്കുമ്പോൾ തന്നെ ചോറ് ഭയങ്കര രസമാണ് കാണാൻ തന്നെ. നിങ്ങളുടെ അടുത്ത് വേറെ എന്ത് കളറാണെങ്കിലും ചേർത്ത് കൊടുക്കുക, ഒരു കുഴപ്പമില്ല, കാണാൻ നല്ല രസമുണ്ടാവും. ഞാൻ ഈ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടായത് കൊണ്ടാണ് കുറച്ച് കളറെല്ലാം ചേർത്ത് തന്നെ. നമുക്കിനി ഈ ചോറ് ഇതിന്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക, എല്ലാ ഭാഗത്തായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് ചോറും കൂടി അവിടെ ഉണ്ടായിരുന്നു, അതും കൂടി ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മേലേക്ക് ബാക്കിയുള്ള ബീഫിന്റെ പീസ് മുഴുവനും ഇതിന്റെ മേലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മള് ഇതില് സ്മോക്ക് ഫീല് വരാൻ വേണ്ടിയിട്ട് ചിരട്ടയാണ് കത്തിച്ചിട്ട് ഇടുന്നത്. നമ്മളത് ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിരട്ട കത്തിച്ചിട്ടാണ് ഇടുന്നത്. അപ്പൊ ബീഫ് മേലെ ഇട്ടാൽ ബീഫിലെല്ലാം നല്ല സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും. അപ്പൊ ഞാനിവിടെ ചിരട്ട കത്തിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതിലിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തീന്റെ മേലെ കുറച്ച് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്താൽ തന്നെ നല്ല പുക വരും. അന്നേരം തന്നെ വേഗം മൂടി കൊണ്ട് അടച്ചു കൊടുക്കുക. ഇത് ഇനി ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കൊരു 3/4 മണിക്കൂറോളം ഇത് അടുപ്പത്ത് വെക്കണം. അങ്ങനെ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ആ പാത്രം മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മന്തി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മളെ അടിപൊളി ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫും അരിയൊക്കെ നന്നായിട്ട് കറക്റ്റ് വേവി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ചിക്കനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയതാണ് ഈ ബീഫ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇന്ന് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടാവും. അപ്പം നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.